ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നിരന്തരം അറിവ് നേടണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള 5 കരാറുകൾ ഇരു രാജ്യങ്ങളും കൈമാറി. 10ാമത് റെയ്സീന സംഭാഷണത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്കായുള്ള മൊബൈൽ ആപ്പ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തിറക്കി. മില്ലുടമകളും കർഷകരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തെ ചൊല്ലി കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടുമുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നിരന്തരം അറിവ് നേടണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ നേവൽ മെറ്റീരിയൽ മാനേജ്മെന്റ് സർവീസിലെയും ആർമമെന്റ് സർവീസിലെയും ഓഫീസർ ട്രെയിനികളുമായി രാഷ്ട്രപതി ഭവനിൽ സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. ആഗോളതലത്തിൽ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന ഇക്കാലത്ത് രാജ്യങ്ങൾ സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുകയും സംയുക്താഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വിദ്യാഭ്യാസം, ആയുധം, വനം, ഹോർട്ടികൾച്ചർ എന്നീ 5 കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറി. ഇൻഡോ പസഫിക് സമുദ്ര സംരംഭത്തിൽ ന്യൂസിലൻഡ് പങ്കാളിയായി. കൂടാതെ ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങൾക്കുള്ള സഖ്യത്തിലും അംഗമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക, പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ സംബന്ധിച്ച് ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി പറഞ്ഞു. തീവ്രവാദം തടയുന്നതിൽ ഇന്ത്യയ്ക്കും ന്യൂസിലൻഡിനും ഒരേ താൽപര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. आतंकवाद के खिलाफ हम दोनों एक मत हैं। आतंक के हमलों के दोषियों के खिलाफ कड़ी कार्रवाई आवश्यक है। आतंकवादी, अलगाववादी और कट्टरपंथी तत्वों के खिलाफ हम मिलकर सहयोग करते रहेंगे। इस संदर्भ में न्यूजीलैंड में कुछ गैर कानूनी तत्वों द्वारा भारत विरोधी गतिविधियों को लेकर हमने अपनी चिंता साझा की. 10ാമത് റെയ്സീന സംഭാഷണത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ മുഖ്യാതിഥിയായി. ന്യൂസിലൻഡ് ഔഷധങ്ങൾ, യന്ത്രസാമഗ്രികൾ തുടങ്ങിയവ നൽകുന്ന പ്രധാന സ്രോതസ്സാണ് ഇന്ത്യയെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. And our trade has diversified considerably from wood thanks to the increased sophistication of your economy. India today is a critical source of pharmaceuticals and machinery for us, while we are a great tourism and education destination for you. Prime Minister Modi and I sat down today and we charted out the future of our two countries' relationship, a future that builds from where we have been and one that is wholly more ambitious about what we will do together in the future. We agreed to our defence forces building greater strategic trust with one another while deploying together and training together more. 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ 125 രാജ്യങ്ങളിൽ നിന്നുള്ള 3500-ലേറെ പ്രതിനിധികളാണ് പങ്കെടുക്കുക. ഭൌമരാഷ്ട്രീയം, ആഗോള സാമ്പത്തിക രംഗം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട സുപ്രധാന ചർച്ചകൾ റെയ്സീന സംഭാഷണത്തിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുഎസ് പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാനുമായുള്ള അഭിമുഖം തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി അഭിമുഖത്തിൽ വിശദമായി സംസാരിക്കുന്നുണ്ട്. 3 മണിക്കൂർ നീണ്ടുനിന്ന പോഡ്കാസ്റ്റിൽ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അമേരിക്കൻ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രധാന സ്തംഭമായി നയതന്ത്ര സുരക്ഷ നിലനിൽക്കുന്നുണ്ടെന്ന് ഇരുവരും കൂടിക്കാഴ്ചയിൽ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയും യുഎസും തമ്മിൽ സൈനികാഭ്യാസങ്ങൾ, തന്ത്രപരമായ സഹകരണം തുടങ്ങിയവയിൽ കൈവരിച്ച പുരോഗതിയും അവലോകനം ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. റെയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജനങ്ങൾക്ക് സുഖകരവും താങ്ങാനാവുന്നതുമായ യാത്രാ സൌകര്യം ലഭ്യമാക്കുന്നതിനും സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് രാജ്യസഭയിലെ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. 2020 മുതൽ ട്രെയിൻ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും ശ്രീ വൈഷ്ണവ് പറഞ്ഞു.
2014 മുതൽ 234 ജിഗാവാട്ട് ഉൽപാദനം കൂട്ടിച്ചേർത്ത് രാജ്യത്തെ വൈദ്യുതി ക്ഷാമം പരിഹരിച്ചതായി ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക്. വൈദ്യുതി മിച്ച പ്രദേശങ്ങളിൽ നിന്ന് വൈദ്യുതി ക്ഷാമമുള്ള പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി കൈമാറ്റം ചെയ്യുന്നതിന് ശക്തമായ ദേശീയ ഗ്രിഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. മുൻ കേന്ദ്രമന്ത്രി ദേബേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ ഉപരിതല ഗതാഗത സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പിതാവാണ് അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കഠിനാധ്വാനിയും എളിമയുമുള്ള നേതാവുമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ദേബേന്ദ്ര പ്രധാന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പ്രധാൻമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്കായുള്ള മൊബൈൽ ആപ്പ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഇന്റേൺഷിപ്പ് പദ്ധതി വെബ്സൈറ്റിൽ എല്ലാ ഇന്ത്യൻ ഭാഷകളും ലഭ്യമാക്കാനുള്ള ശ്രമം വലിയൊരു മുന്നേറ്റമാണെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. മൊബൈൽ ആപ്പ് ആരംഭിക്കുന്നതിലൂടെ സാധ്യതയുള്ള ഇന്റേണുകൾക്ക് കൂടുതൽ സൌകര്യമൊരുക്കുകയാണ് സർക്കാരെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. So I would think this attempt by the Corporate Affairs to make it accessible in all Indian language in the website is a very big step forward. You cannot limit students to only English and Hindi. Every language in India should have its prominence, especially if the students are from non-metropolitan cities. Now by launching a mobile app, we are making it even more accessible. Whatever be the phone in the hands of these potential interns, they'll have better information in their hand. ഇന്റേൺഷിപ്പ് പദ്ധതിക്കായുള്ള അപേക്ഷകൾ മാർച്ച് 31 വരെ സ്വീകരിക്കും. മില്ലുടമകളും കർഷകരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. വിഷയത്തിൽ അനൂപ് ജേക്കബ് നൽകിയ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു. നെല്ലിന് അമിതമായ കിഴിവ് ആവശ്യപ്പെട്ട് മില്ലുടമകൾ സംഭരണത്തിൽ നിന്ന് പിന്മാറുന്നത് തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി പ്രതിപക്ഷം ആരോപിച്ചു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുടമകളും കർഷകരും തമ്മിലുണ്ടായ തർക്കം സംഭരണത്തെ ബാധിച്ചതായി പറഞ്ഞ മന്ത്രി GR അനിൽ നെല്ല് സംഭരണ വിഷയം ചർച്ച ചെയ്ത് പരിഹരിച്ചതാണെന്ന് വ്യക്തമാക്കിയതോടെ സ്പീക്കർ ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരത്തോടെയാണ് അന്ത്യം. 200 ചിത്രങ്ങളിലായി 700-ലേറെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ, ത്രയംബകം വില്ലൊടിഞ്ഞു, നാടൻപാട്ടിന്റെ മടിശീല കിലുങ്ങും തുടങ്ങി നിരവധി ജനപ്രിയ ഗാനങ്ങൾ അദ്ദേഹമാണ് രചിച്ചത്. 10-ലേറെ ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ആശാപ്രവർത്തകർക്ക് ഓണറേറിയം അനുവദിക്കുന്നതിന് നിശ്ചയിച്ച 10 മാനദണ്ഡങ്ങളും പിൻവലിച്ച് കേരള സർക്കാർ. പ്രതിമാസ ഇൻവെന്റീവ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിലും സർക്കാർ ഭേദഗതി വരുത്തി. സമരത്തിന്റെ വിജയമാണ് തീരുമാനമെന്ന് ആശാപ്രവർത്തകർ പ്രതികരിച്ചു. 36 ദിവസമായി തുടരുന്ന സമരത്തിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരുന്നു. ഈ മാസം 20 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരസമിതി അറിയിച്ചു. കബഡി ലോകകപ്പ് 2025 തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ഹംഗറിയെ പരാജയപ്പെടുത്തി. വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ 4 നഗരങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇറ്റലിയെ പരാജയപ്പെടുത്തി. വടക്കൻ കശ്മീരിലെ കുപ്വാര ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അജ്ഞാത ഭീകരൻ കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നാളെ ചർച്ച നടത്തുമെന്ന് സ്ഥിരീകരിച്ച് റഷ്യ. ഇരു നേതാക്കളും തമ്മിലുള്ള സംഭാഷണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു. അതേസമയം ഏത് വിഷയത്തിലാണ് ഇരുവരും ആശയവിനിമയം നടത്തുക എന്നതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നിരന്തരം അറിവ് നേടണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള 5 കരാറുകൾ ഇരു രാജ്യങ്ങളും കൈമാറി. 10ാമത് റൈസീന സംഭാഷണത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം.
പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിക്കായുള്ള മൊബൈൽ ആപ്പ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പുറത്തിറക്കി. മില്ലുടമകളും കർഷകരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തെ ചൊല്ലി കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.